പൂക്കോട്ടൂർ വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സർക്കാർ വഞ്ചിച്ചുവെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സിദ്ധാർത്ഥിന്റെ മരണശേഷവും കുടുംബത്തോടുള്ള വേട്ടയാടൽ സർക്കാർ തുടരുന്നുവെന്നും സന്ദീപ് വാചസ്പതി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുവദിച്ച 6 ആഴ്ചത്തെ സമയം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകിയില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ ഒരു ഉത്തരവ് കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട 7 ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകാൻ എന്താണ് പിണറായി വിജയൻ സർക്കാരിന് മടി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ ഉണ്ടാവുകയും അത് സർക്കാരുകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യത്ത് നിലവിലുള്ള കീഴ്വഴക്കം. എന്തുകൊണ്ടാണ് പിണറായി വിജയനും സർക്കാരിന് മാത്രം ഇത്രയേറെ ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളത്? സിദ്ധാർത്ഥനോടും സിദ്ധാർത്ഥന്റെ കുടുംബത്തോടും എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ വൈരാഗ്യ ബുദ്ധി എന്താണ്?